നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ആദ്യത്തെ തന്നെ നമ്മളൊരു ദോശക്കല്ലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് നനച്ചുള്ളിപ്പണീൻ്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതാ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു അയേണ്ട ദോശക്കല്ലാണ്. അപ്പോൾ ഇത് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറും പിന്നെ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 2-3 വട്ടം കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അത് ഒന്ന് തുടച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ തീ കത്തിച്ചതിന് ശേഷം ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കണം. കൂടാതെ അല്ലെങ്കിൽ നമ്മളിത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക വഴറ്റിയെടുക്കില്ലേ, അത് ഉള്ളി വേണം തന്നെയല്ല, നമ്മൾ വേസ്റ്റായ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും ഇതിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ഒരു ദോശ റെഡിയായി കിട്ടിയിട്ടില്ല. ഇനി പിന്നെ രണ്ടാമത്തെ മുതൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പൊതുവേ എനിക്ക് ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇത് ഞാൻ 1-2 ആൾക്കാരെ റിവ്യൂ ഒക്കെ കേട്ടതിന് ശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ധൈര്യമായിട്ട് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കുമ്പോൾ 2-3 ദിവസത്തേക്കല്ലേ വെക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അരച്ച് വെച്ച് പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ, കയ്യിലൊന്നും ഇടാതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. നല്ല പുളി വരിക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളി തന്നെ ആയിരിക്കും. പിന്നെ അപ്പം മാത്രം കയ്യിലിട്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടിട്ട് ചുട്ടെടുത്താലും മതി. ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് ഇൻഡസ് വാലിയിൽ ഒരുപാട് നല്ല പാത്രങ്ങളുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് കാലം ഈട് നിൽക്കുന്ന നല്ല വെയിറ്റുള്ള പാത്രങ്ങളാണ് അവർ എപ്പോഴും കൊടുക്കൽ. പിന്നെ അയൺ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഈട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 അബദ്ധം അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ കുറ്റമൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഈ ദോശക്കല്ല് വാങ്ങണമെങ്കിൽ പിന്നെ സാധാരണ അവരുടെ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ പിന്നെ എൻ്റെ ഈ നെസീസ് എന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റത്തെ ദോശയാണ് കേട്ടോ അങ്ങനെ ആയിപ്പോയത്. എന്നാലും കിട്ടുന്നുണ്ട്, ഒരു വൃത്തിയില്ലാത്ത പോലെ കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ ഞാനിത് അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വെച്ചാൽ എനിക്ക് 100-ൽ 100 മാർക്കാണ് കേട്ടോ ഞാൻ ഈ ദോശക്കല്ലിന് കൊടുക്കുന്നത്. ഞാൻ കൂപ്പൺ കോഡും ലിങ്കും ഒക്കെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ഓരോന്നായി ദോശ ചുടുക ചപ്പാത്തി ചുടുകയൊക്കെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ദോശ ചുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും തേച്ച് പിടിപ്പിച്ച് വെക്കണം. പിന്നെ ഈ സമയത്ത് വെള്ളമൊന്നും ആവരുത് കേട്ടോ. വെള്ളം അതിൽ കിടന്നാൽ പിന്നെ ആ ഭാഗമൊക്കെ ആകെ ദ്രവിച്ചു പോകും. ദ്രവിച്ചല്ല, എന്തോ ഒരു പോലെ ആകും. പിന്നെ നമ്മൾ തേച്ച് കഴുകി എത്ര എടുത്താലും റെഡി ആവില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അതൊന്ന് കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കഴുകിയിട്ട് ദോശ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്താൽ മതി. പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുളകും മല്ലിയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മുളക് ഉണക്കൽ നല്ല ടാസ്ക്കാണ്. അപ്പോൾ ഇത് കഴുകുന്നതല്ല, 3-4 ദിവസം ഇതിൻ്റെ പിന്നാലെ നടക്കണം, എങ്കിൽ തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെക്കേണ്ടതില്ല. അപ്പോൾ സാധാരണ ഞാൻ മഴക്കാലത്തേക്കും കൂടിയുള്ള മുളക് വാങ്ങലുണ്ട് കേട്ടോ, അങ്ങനെ നോമ്പിൻ്റെ സമയത്ത്. പക്ഷേ ഇതിപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളകേ വാങ്ങിയിട്ടുള്ളൂ. ഒരു 1.5 കിലോ അളവിലുള്ള മുളകും 1 കിലോ മല്ലിയെ വാങ്ങി. മല്ലി ഇപ്പോൾ ഓൾറെഡി ഇവിടെ വറുത്തതുണ്ട്, എന്നാലും ഞാൻ കുറച്ചും കൂടി വാങ്ങിയതാണ്. പിന്നെ നമ്മൾ മുളക് കഴുകുന്ന സമയത്ത് ഒരു 3 വട്ടം കഴുകണം കേട്ടോ മസ്റ്റായിട്ട്. അപ്പോൾ നല്ലോണം കൈ വെച്ചിട്ട് ഒലുമ്പി കഴുകണം, നമ്മൾ തുണിയൊക്കെ കഴുകുന്ന പോലെ. എങ്കിൽ തന്നെയുള്ളൂ അതിൻ്റെ ചളിയൊക്കെ പോവുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഫസ്റ്റിലെ കഴുകലിലുള്ള ആ ഒരു ചളിയാണ് ഇപ്പോൾ കാണുന്നത്. ചളി അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. പിന്നെ അതേപോലെ അടുത്ത മല്ലി എടുക്കുന്ന സമയത്തും ഇതേപോലെ നല്ലോണം ചേറണം കേട്ടോ. നല്ല മുറത്തിലൊക്കെ ഇട്ടിട്ട് ചേറുക എന്ന് നമ്മളതിവിടെ പറയാം. പിന്നെ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ മണ്ണ് കണ്ടില്ല അടിയിൽ. പിന്നെ എന്താ ചേറെന്ന് പറയുന്നത്, ആ സമയത്ത് എലിക്കാട്ടൊക്കെ ചില സമയത്ത് ഉണ്ടാവും ഈ മുളകിലും മല്ലിയിലും. അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ. മുളക് ചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിൻ്റെ മേലേക്ക് വന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. ഒരുപാട് മുരിങ്ങക്കായൊന്നും ഉണ്ടായിട്ടില്ല, അതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇത്തിരി തടി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ വേഗം പറിച്ചെടുത്തതാണ്. അപ്പോൾ കുറേ സമയം അവിടെ വെച്ചാൽ അത് മൂത്ത് പോകുമല്ലോ. അപ്പോൾ നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എത്രത്തോളം കിട്ടും കായാവും എന്നൊന്നും അറിയില്ല. ടെറസിൻ്റെ മേലേക്കൊക്കെ വന്നിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലോണം ചണ്ടികളൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യല്ല, അപ്പോൾ ആ മുളകും മല്ലിയൊക്കെ ഒന്ന് ചിക്കണ ആ ഭാഗത്തേക്ക് മാത്രം ഒന്ന് അടിച്ചേരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാറ്റിന് ഈ പൊടിയൊക്കെ മുളകിലേക്കും മല്ലിയിലേക്കും പാറുമല്ലോ, അതുകൊണ്ടാണ്.
പിന്നെ പരമാവധി ആരെങ്കിലും മുളക് പൊടി വാങ്ങണവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മുളക് പൊടി വാങ്ങുമ്പോൾ അത് ഇവർ കഴുകുകയൊന്നുമില്ല കേട്ടോ. എന്തായാലും ഈ മുളകിലും മല്ലിയിലൊക്കെ എലിക്കാട്ടങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. എനിക്കങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ മല്ലിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ അതൊന്ന് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. പൊടി വാങ്ങാത്തതല്ലേ, അപ്പോൾ അവരെത്രത്തോളം കഴുകി വൃത്തിയാക്കുമോ എന്നൊക്കെ പറഞ്ഞാലും എനിക്കെന്തോ വിശ്വാസമില്ല കേട്ടോ. അത്രയും ചാക്ക് കണക്കിന് മുളകൊക്കെ അവർ കഴുകി ഉണക്കുമോയെന്നൊന്നും അറിയില്ല. ഓല അച്ചേൽക്ക് തന്നെ അതങ്ങനെ പൊടിപ്പിച്ച് തരിക കേട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് പൊടി വാങ്ങും, പക്ഷേ അത് നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. ഇനി നമ്മൾ ആ നനച്ചുള്ളിപ്പണിയിലേക്ക് ഇറങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്ക കൂടെ ഹെൽപ്പിനുണ്ടാവും. അത് വലിയൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ വാവുള്ള സമയത്ത് എനിക്ക് ശരിക്കും വാവനെ മിസ് ചെയ്തിട്ടത് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് അവനാണ് നല്ലോണം എനിക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കാക്കക്ക് ആ ഒരു ഇടങ്ങാറൊന്നും ഉണ്ടാവലില്ല. പിന്നെ ഞാനിതാ നമ്മൾ ഈ പ്ലേറ്റ് വെക്കുന്ന സ്പൂണൊക്കെ വെക്കുന്നതൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, ആ വലിപ്പ് പോലത്തെ അതും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ലോണം അഴുക്കുണ്ട്. ഒന്നാമത്തത് ചില സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൂറ വരും കേട്ടോ. മറ്റേ സ്ഥലത്ത് കൂറക്ക് ഞാൻ ആ ലക്ഷ്മണരേഖ എന്നുള്ള സാധനം വരച്ചു കൊടുക്കുന്നതിനോണ്ട് അത്ര തന്നെ ശല്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ അതൊന്നും ചെയ്യില്ല. പാത്രം എടുക്കുക പോവുക എന്നല്ലാതെ. അപ്പം ഞാൻ ഈ കാക്കനെ കൊണ്ട് അതൊക്കെ ഒന്ന് ഊരി വെപ്പിച്ചിട്ടുണ്ട് ഇനി. അപ്പം ഞാൻ പ്ലേറ്റൊക്കെ എടുത്തപ്പോഴാണ് അതിൻ്റെ അടിയിലത്തെ അഴുക്ക് അത്രയും ആയത് കണ്ടത്. പിന്നെ അതാ ഈ കമ്പിയൊക്കെ റെസ്റ്റ് പിടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്ഷമ വേണ്ടിയ ഒരു പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ രണ്ടും കാക്കക്ക് കൊടുത്തിക്കുകയാണ്. ഇക്കാക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ക്ലീൻ ആക്കി തരും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ നനച്ചുള്ളിപ്പണിയിൽ ഈ സാധനങ്ങൾ എടുത്ത് മാറ്റുക, പിന്നെ കഴുകിയതിന് ശേഷം വീണ്ടും യഥാസ്ഥാനത്തേക്ക് വെക്കുക. അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും തലവേദന പിടിച്ച സംഭവം. ഈ കഴുകലോ തുടയ്ക്കലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഇത് എടുത്ത് മാറ്റുക പിന്നെ എടുത്ത് വെക്കുക, അത് രണ്ടും ഭയങ്കര ടാസ്ക് തന്നെയാണ്. അരിയിട്ട പാത്രം, പിന്നെ പൊടിയിട്ട പാത്രം, പച്ചരിയിട്ട പാത്രം, അങ്ങനത്തെ സകലമാന പാത്രങ്ങളും ഈ നനച്ചുള്ളി സമയത്താണല്ലോ നമ്മൾ കാണാത്ത പാത്രം വരെ പുറത്തേക്ക് എടുക്കുക. പിന്നെ അതാ ഞാൻ അരി ഇടണ, ഇപ്പോൾ ഒരുപാട് അരിയൊന്നും വാങ്ങാത്തതിനുകൊണ്ട് അരി ഇടണ പാത്രത്തിലാണ് കേട്ടോ ഞാൻ മാറ്റുകളൊക്കെ എടുത്ത് വെച്ച് കഴുകിയിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അരി ഇപ്പോൾ 3-4 പാത്രത്തിലായിട്ട് കുറേശ്ശെ അരിയുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയൊക്കെ ഓരോ ബക്കറ്റിലാക്കി വെച്ചാൽ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആ വലിയൊരു ഞാൻ ആദ്യം അരിയൊക്കെ വാങ്ങിയിട്ടത് അതിലാണ് കേട്ടോ ഇടയിൽ. ഇപ്പോൾ പിന്നെ കുറച്ച് അരി മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെറുതിലേക്കാക്കിയത്. പിന്നെ ഞാൻ എല്ലാ അരിയും കൂടി ഈ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റുകയാണ്. അത് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ ഞാൻ അരി ഇടുന്നതിനെ കൊണ്ട് തന്നെ എപ്പോഴും എടുക്കൂലല്ലോ, അരിക്ക് കുറഞ്ഞ ആവശ്യമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആര്യവേപ്പിൻ്റെ ഇല അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്ല ഓരോ സാധനങ്ങളൊന്നും അതിൽ വന്ന് കയറണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഒരുപാട് നിറയെ അരി ഉണ്ടെങ്കിൽ പകുതി നമ്മൾ അരി ഇട്ടിട്ട് വീണ്ടും ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതിൻ്റെ മേലെ അരി ഇട്ട് കൊടുക്കാട്ടോ. നല്ല ഇത് പിന്നെ ഒരു പകുതിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടിയിൽ മാത്രം ഇട്ടത്. പിന്നെ ഇതാ ഓരോ പാത്രങ്ങൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. പച്ചരി വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുന്ന റാക്കിൻ്റെ അടിയിൽ പ്ലേറ്റ് വെച്ചാൽ മൂടി ഡവറ അങ്ങനത്തെ ഒക്കെ വെക്കുന്ന ആ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കഴുകുകയാണ് കേട്ടോ. ആ 2 റാക്കും പാവക്കാകെ തന്നെയാണ് കേട്ടോ ക്ലീനാക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹെൽപ്പായി. പിന്നെ വാഷിംഗ് മെഷീൻ അങ്ങോട്ട് നീക്കാനും ഫ്രിഡ്ജ് നീക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി പിന്നെ ഇടയ്ക്ക് കാക ഓരോ ആവശ്യത്തിന് പിന്നെ പോവുകയും ചെയ്യും, തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുൾ ടൈമിൻ്റെ കൂടെ നിന്ന് പണിയെടുത്തെന്നല്ല, ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്ത് തരും, വീണ്ടും പോവും, പിന്നെയും വരും. അങ്ങനെ കളിച്ചിരിക്കുകയാണ്. ആ നമ്മൾ പ്ലേറ്റ് വെക്കുന്ന ആ ഒരു റാക്കും പിന്നെ സ്പൂൺ വെക്കുന്ന ആ ഒരു റാക്കും കൂടി എടുത്തന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നല്ലോണം ക്ലീൻ ആക്കാനുള്ളത്. പിന്നെ പൈപ്പിൻ്റെ ചോട്ടിലും പിന്നെ നമ്മൾ പാക്കറ്റും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ നല്ലോണം പിന്നെ തുടച്ചെടുത്തുകയാണ്. പിന്നെ അടുപ്പിൻ്റെ ചോടും പിന്നെ അത് എപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലമല്ല, അങ്ങനെ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളാട്ടോ ഇതിൻ്റെ ചോട്ടിൽ വെക്കണേ. ഇപ്പോൾ ഞാനിനി അരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിക്കും കേട്ടോ. അത് പിന്നെ സ്ഥിരമാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കി വരുമ്പോഴാണ് നമുക്ക് ഇന്ന് ഇത് അങ്ങോട്ട് വെക്കാം അത് ഇങ്ങോട്ട് വെക്കാമെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ അടുപ്പിൻ്റെ അടിയിൽ. നമ്മളെപ്പോഴും അടിച്ചു വാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. എന്നാലും ഇങ്ങോട്ട് നോക്കി കണ്ടില്ലേ, ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ ആകെ സങ്കടമാവും കേട്ടോ. ഇതെങ്ങനെയാണ് ഈ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലേക്കൊക്കെ ഇങ്ങനെയും ചളിയും ചണ്ടിയൊക്കെ വരുന്നതെന്ന് ആർക്കറിയാം. പിന്നെ ആ ഇടുക്ക് 2 ഫ്രിഡ്ജിൻ്റെ സൈഡും മറ്റേ വാഷിംഗ് മെഷീൻ്റെ സൈഡും ഇങ്ങനെ അടിച്ച് വാരി പോകുന്നല്ലാതെ എപ്പോഴും ഇങ്ങനെ നീക്കാൻ കഴിയില്ലല്ലോ അത്. അപ്പോൾ ഓൾറെഡി ആ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തതിനെ കൊണ്ട്
പൈപ്പ് പിന്നെ എടുത്ത് വീണ്ടും സെറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലീക്കൊക്കെ വരും. അതുകൊണ്ട് അധികവും അയിമേൽ കളിക്കലില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ രണ്ടും കൊണ്ട് നീക്കിയപ്പോഴാണ് ഇപ്പുറത്തെ കണ്ട കാഴ്ച. അതൊന്ന് ക്ലീനാക്കി എടുക്കണം. പിന്നെ അത് ആ വാഷിംഗ് മെഷീൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേനോ, ഒരു 3 മാസമോ 4 മാസം കൂടുമ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വല്ലാതെ ചണ്ടി അടിഞ്ഞാൽ നമ്മളെ വാഷിംഗ് മെഷീൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. ഓൾറെഡി ഞാൻ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. നെസീസ് ആർക്കൈവ്സ് വാഷിംഗ് മെഷീൻ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് എന്നുള്ളത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ. സാധാരണ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്ന ആളാണ് കേട്ടോ വാവ. അത് നീക്കലും അതിൻ്റെ ഉള്ളത്തെ അഴുക്ക് മാറ്റലൊക്കെ ഓൻ്റെ പണിയാണ്. പിന്നെ ഡ്രം ക്ലീനിങ് പിന്നെ സ്വിച്ചിട്ട് കുറച്ച് സുറുക്കൊഴിച്ച് കൊടുത്താൽ അത് കഴിയും. പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോണില്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടായുണ്ട്. കാരണം എല്ലാത്തിനും 1-2 പ്രാവശ്യമൊക്കെ എന്നൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് വന്ന് എല്ലാം ചെയ്തു തരും കേട്ടോ. പിന്നെ സ്ക്രൂ അയക്കേണ്ടതും പിന്നെ ഫിറ്റ് ആക്കേണ്ടതൊന്നും ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഇപ്പോൾ കാക്കക്കാണ് ഇപ്പോൾ ഭയങ്കര പണി കിട്ടിയത്, അല്ലെങ്കിൽ ഓനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടാവല്. പിന്നെ ഇങ്ങനത്തെ ജനാല ആയതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. ആ കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേനോ, ഇപ്പോൾ ഉള്ള വീടിനൊക്കെ ഇങ്ങനത്തെ കമ്പിയാണെന്ന്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. പിന്നെ ഞാൻ ആ റാക്കിൻ്റെ മേലുള്ള ആ പൊടിയൊക്കെ ഒന്ന് തട്ടുകയാണ്. പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും പണി ഞാൻ എടുത്തെങ്കിലും ഇനിയും ബാക്കിയാണ് കേട്ടോ കിച്ചണിലെ പണി. അപ്പോൾ ഫുള്ള് എടുക്കാൻ അന്ന് കുറേ സമയം അടുക്കളയിൽ തന്നെ ഇനി ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാതെ നമുക്കിട്ട് കഴിയില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്നതിനോട് രാവിലെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുമില്ല. ഇനി പിന്നെ ഞായറാഴ്ച ദിവസമാണ്, മനു ഇവിടെ ഉണ്ട്, പിന്നെ ഇക്കാക്കുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള സമയത്ത് ഒരു സ്പീഡ് കുറവാണ് പണിക്കൊക്കെ. അപ്പോൾ എന്നാലും കഴിയുന്നത്ര അന്നൊക്കെ പണി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മേലുള്ള ആ റാക്ക് ഞാൻ പിന്നെ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ എല്ലാം കൂടി വാരി വലിച്ചെടുത്തിട്ട് പണി മുഴുവനാക്കാതെ ഇടണ്ടല്ലോ വിചാരിച്ചിട്ട് പറ്റുന്ന ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ക്ലീനാക്കി എടുത്ത്. എന്നാലും അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നടു ഒടിഞ്ഞിട്ടുണ്ട് എനിക്ക്. പിന്നെ ആ റാക്കൊക്കെ തുടച്ചെടുത്തതിന് ശേഷം റാക്കിൻ്റെ ഉള്ളുഭാഗമാണ് കേട്ടോ അതൊക്കെ. അവിടെയൊക്കെ നല്ലോണം സോപ്പിൻ്റെ ആ ഒരു ഇതിൽ മുക്കിയിട്ടാണ്. ഒരുപാട് വെള്ളം ഒലിപ്പിച്ചിട്ട് എന്തായാലും എനിക്ക് കഴുകാൻ കഴിയില്ല. പിന്നെ അതുമല്ല അങ്ങനെ കഴുകിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് നനച്ചുള്ളിപ്പണിയാണ് വിചാരിച്ചിട്ട് നമ്മളെ വുഡിൻ്റെ സാധനങ്ങളൊക്കെ വെള്ളം ഒഴിച്ചിട്ടാൽ നമുക്ക് പണി കിട്ടും. പിന്നെ വാങ്ങാൻ വെടക്കായ പെട്ടെന്ന് വാങ്ങാൻ കഴിയുന്ന പോലാണെങ്കിൽ നമ്മളത് വെള്ളം നനച്ചിട്ടാലും കുഴപ്പമില്ല. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ചാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള പണികളൊക്കെ നിർത്തിവെച്ച് ഒരു ദിവസം തന്നെ ശ്വാസമില്ലാതെ ഈ പണി എടുത്തോളണമെന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഓരോ ദിവസം നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ നോമ്പാകുമ്പോഴത്തേക്കൊക്കെ ഒന്ന് ക്ലീനായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടക്കി രാത്രി വരെ ഇങ്ങനത്തെ പണി എടുത്തോളണമെന്നില്ല. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ എന്താണോ എന്ന് നമുക്ക് ചെയ്യാൻ കഴിയുക അത് മാത്രം വലിച്ചിടുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ പണി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പണിയിലേക്ക് നീങ്ങിയാൽ മതി. കാരണം എല്ലാം കൂടി വലിച്ചിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു തലവേദനയാണ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് കേട്ടോ കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കൽ. ഇപ്പം ഞാനിതാ രണ്ടര ദിവസം എനിക്ക് എന്തായാലും വേണം. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണിത്. കൂടുതൽ പണി ഞാൻ എടുത്ത രണ്ടാമത്തെ ദിവസമാണ്. പിന്നെ അതാ വാഷിംഗ് മെഷീൻ്റെ ആ ഭാഗമൊക്കെ നീക്കി ആ ചുമരൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈൽസ് ഇട്ടത് ഞാൻ ഇക്കാകനോട് പറയുന്നേ, നമ്മൾ ടൈൽസ് ഇട്ട് എത്രയോ നന്നായി, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു വൃത്തികേടായി മനസ്സിനൊരു സമാധാനക്കേടാണ് വൃത്തികേടായി കിടക്കുമ്പോൾ. അപ്പോൾ ടൈൽസ് ഇട്ടാൽ നമുക്ക് സുഖമല്ലേ, സോപ്പ് വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് അഴുക്ക് മാറുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാക്കനോ പറയുക, പെയിൻ്റ് അടിക്കുന്നതിന് പകരം റൂമും എല്ലാ ഭാഗത്തും നമ്മൾ ടൈലൊട്ടിച്ചാൽ മതി, അത് നല്ല സുഖമാണെന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഈസിയാണല്ലോ വൃത്തിയാക്കാനായിട്ട്. പിന്നെ ഇക്കാക്കക്ക് പെട്ടെന്ന് പോകാൻ ഇത് വന്നപ്പോൾ വേഗം തന്നെ ഞാൻ ചുമര് ഫുള്ള് തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കഴുകൽ അത്യാവശ്യമാണ്. പിന്നെ ആ വാതിലിൻ്റെ ആ സൈഡിലുണ്ടെങ്കിൽ ചെതൽ, അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മരത്തിൻ്റെ വാതിലാണെങ്കിൽ അത് നമ്മൾ കാണൂല അവിടെ ചെതൽ പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് ചെതലുണ്ട് ഇനി, അതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചളി വന്നത്. അപ്പോൾ ആ നനവ് വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് നീക്കിയപ്പം പിന്നെ ആ ഒരു ഓസിന്ന് പുറത്തേക്കുള്ള ഓസ് ഉണ്ടല്ലോ, അതിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകിയതിനെ കൊണ്ട് അതൊന്ന് വാരി എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചളിയായിപ്പോയത്. പിന്നെ അത് അങ്ങനെ കഴുകിയെടുത്ത് മോപ്പ് വെച്ചിട്ട് ഞാൻ ഡൈനിങ് ഹാളൊക്കെ അന്ന് കഴുകിയെ കാണിച്ചില്ലേ, അതേപോലെ ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യല്ല. അങ്ങനെ പിന്നെ ഞാൻ മോപ്പിട്ട് തുടയ്ക്കും. കാക്ക വൈപ്പർ കൊണ്ടൊന്ന് നല്ല സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീനാക്കി തന്ന് പിന്നെ ഞാൻ തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
അടുക്കള നനച്ചുള്ളിപ്പണി എടുക്കുന്ന സമയത്ത് അതൊന്ന് കഴുകാഞ്ഞാൽ എന്തോ ഒരു സമാധാനക്കേടാട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ കൊല്ലത്തിലൊരിക്കലേ അങ്ങനെ കഴുകുള്ളൂ, എപ്പോഴൊന്നും കഴുകൂല കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ ആറാട്ട് കളിച്ചാൽ നമ്മൾ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ നശിച്ചു പോകും. പിന്നെ അത് ദോശക്കല്ലിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു ആപ്പിൾ കുക്കറാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ കവറും ഫ്രിഡ്ജിൻ്റെ കവറൊക്കെ ഞാൻ കുറച്ച് ഇതിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ കുറച്ച് നമ്മൾ അപ്പക്കാരല്ലേ ബേക്കിംഗ് സോഡ അതും പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് നമ്മൾ തിരുമ്പുന്ന ലിക്വിഡും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറേ സമയം ഒന്ന് കുതിർത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണിയെടുക്കുന്ന സമയത്ത് ചെയ്തതാണത്. അപ്പോൾ അങ്ങനെ ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ വെറുതെ ഒന്ന് ഒലുമ്പി എടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. നല്ലോണം ബ്രഷ് വെച്ചിട്ടൊന്നും ഇളക്കേണ്ട, ബ്രഷ് വെച്ചിട്ടൊന്നും ഉരതേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പക്കാരും പിന്നെ സുർക്കിയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിലത്തെ ചളിയൊക്കെ ഇളകി പോട്ടോ. പിന്നെ നമ്മൾ വെറുതെ സാധാ വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒലുമ്പി എടുത്താൽ മതി. പിന്നെ അതേ വെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ആ ജനലിൻ്റെ മേലെ വെക്കുന്ന ആ ഒരു മാറ്റവും ഇതൊക്കെ എടുത്തിട്ട് പുതിർത്തി വെച്ചത്. പിന്നെ അത് ആ ബാക്കിയുള്ള സാധനങ്ങളാണ് കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നല്ല പണി ഇനിയെന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇതും കഴുകിയിട്ടാലല്ലേ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. പിന്നെ അത് നല്ലോണം കുറച്ചും കൂടി വെള്ളവും സോപ്പും കൂടി ഉപയോഗിച്ചിട്ട് ആ മാറ്റൊക്കെ വീണ്ടും കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ എന്തായാലും പൊടി ഉണ്ടാവും, നല്ലാത്ത ചളി ഉണ്ടല്ലെങ്കിലും നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഞാൻ അവിടെ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചത്. ഒരു ദിവസത്തെ പണിയും കൂടി ഉണ്ട് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.